ഒരു മെക്കാടുണ്ട് എനിക്ക്. 10 മണിയായാലും അവൻ വരില്ല. അവൻ ചെയ്യാനുള്ള പണി മൊത്തം ഞാൻ ചെയ്യുകയും വേണം. നീ എന്തെങ്കിലും പറഞ്ഞാലാ അപ്പോഴിട്ടിട്ട് പോവുകയും ചെയ്യും. മെസ്സി മണലിട്ടാ? ഓ മണലിട്ട്. സിമെന്റ് ഇട്ടാ? ഓ സിമെന്റും ഇട്ട്. കട്ട ഉറക്കി വെച്ചാ? കട്ടയും പറക്കി വെച്ച്. എന്നാ നമുക്ക് കാപ്പി പിടിച്ചാലോ? മര്യാദയ്ക്ക് ചാന്ത് കൂട്ടാ. 10 മണിക്ക് അവൻ കാപ്പി കുടിക്കാൻ കാര്യം വന്നേക്കണം. അത് നിങ്ങൾ ചൂടാൻ വേണ്ടി ഞാൻ മിക്സ് റോഷന്റെ ഓപ്പറേറ്റർ വിളിക്കാൻ പോയത്. ഓപ്പറേറ്ററെ കൊണ്ടുവന്നാ? ഇല്ല, അയാള് രാവിലെ പോയി. എന്റെ പൊന്നു ദൈവമേ, ഇങ്ങനത്തെ പണിക്കാരെയാണല്ലോ എനിക്ക് കിട്ടണത്. മെസ്സി അത് കുടിക്കരുത്. എന്തോന്നാ ഇത്? മിക്സിയിൽ ഒഴിക്കാൻ കൊണ്ടുവന്ന ഡീസലാണ്. ഞാൻ കരുതി പൈനാപ്പിൾ ജ്യൂസ് ആണ്. പൈനാപ്പിൾ ജ്യൂസ്. ഇപ്പൊ എന്താ ചെയ്യൂടാ? ഇനിയിപ്പോ 2 റൗണ്ട് ഓടിയിട്ട് എത്ര മൈലേജ് കിട്ടുമെന്ന് അറിയാം. തൊഴിലുറപ്പ് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കുന്നത്. തൊഴിലുറപ്പാ? ആ, മറിയക്കുട്ടി, ശാന്ത, മേരി, മാർത്ത, ലീല, ജൈനമ്മ, സാറാമ്മ, ജ്ഞാനശീലി, അങ്ങനെ എത്ര മെക്കാട് വരെ എനിക്ക് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? തൊഴിലുറപ്പ് വന്നതോടുകൂടി പോയില്ലേ അല്ല. നല്ല സമയത്ത് നമ്മൾ വരൂല. നമ്മൾ വരുമ്പോ ശശി, രമണൻ, കോമണൻ. നിങ്ങൾ എനിക്കൊരു വീഡിയോ അയച്ചില്ല, അതെന്തിനത്? വീഡിയോ കണ്ടാ നീ? എങ്ങനെയുണ്ട് എന്റെ പാട്ട്? അടുത്ത വൈറൽ വീഡിയോ ആണ്, അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടു എല്ലാവർക്കും. അത് പാട്ടായിരുന്നാ? ഞാൻ കാര്യം നിങ്ങൾ തലയിൽ ചുറ്റി വീണ്ടും നിങ്ങൾ കരയണായിരിക്കുമെന്ന്. നിനക്ക് അസൂയ അല്ലാതെ വേറൊന്നുമല്ല. ഇതിലും വേണം നിങ്ങൾ കഴിഞ്ഞ ഓണപരിപാടിക്ക് ബിസ്ക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്ത വീഡിയോ. അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അന്നായിരിക്കണം. എടാ, ഞാനിവിടെ പണി ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതിലെല്ലാത്തിനും അങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങോട്ട് വൈറലാക്കണം. വൈറലാവണമെങ്കിൽ നമുക്ക് സാഹസികമുള്ള കുറെ വീഡിയോ എടുത്താലോ? എടാ, ഈ മൈതാനം മണി മേച്ചിരി വൈറലാകാൻ വേണ്ടിട്ട് എന്ത് സാഹസ്യവും ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു 50 ഓടെടുത്ത് അടുക്കി വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റും. ഓട് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. ഓട് പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? കട്ട പൊട്ടിച്ചിട്ടുണ്ടോ? കട്ട പൊട്ടിച്ചിട്ടുണ്ടെന്ന്. എത്രണ്ണം പൊട്ടിക്കണം? ട്യൂബ് പൊട്ടിച്ചിട്ടുണ്ടോ? ട്യൂബ് പൊട്ടിച്ചിട്ടില്ല. കട്ട പൊട്ടിക്കണമെങ്കിൽ ട്യൂബ് പൊട്ടിക്കാൻ ഈ പറ്റും. മേശിരി പണിക്ക് ട്യൂബ് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെമ്പുക്കുന്ന മലയുടെ അടിവാരത്ത് വലിയൊരു തുരം കൊണ്ട് നിങ്ങൾക്ക് അറിയാം. പിന്നല്ലേ, ഇന്നുവരെ ഒരു മനുഷ്യ അതിനകത്ത് കയറിയിട്ടില്ല. നിങ്ങൾ സാഹസ്യമായി അതിനകത്ത് കയറി ഒരു വീഡിയോ എടുക്കണം. ആ വീഡിയോ കണ്ട് കേരളം ഞെട്ടും. കേരളം ഞൊട്ടും. എടാ, കഴിഞ്ഞ 3 വർഷത്തെ ആ തുരങ്കത്തിനകത്ത് ഒരേ കണക്കിന് കുറ്റിയടിച്ചിങ്ങനെ കാർത്തിക് സൂര്യന്റെ ഒരു മനുഷ്യ മൈൻഡ് ഇല്ല. ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ? ചോദിക്കടാ. ഈ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനെ കുറിച്ച് മേശിയുടെ അഭിപ്രായം എന്താണ്? തെമ്മാടിത്തരം. എടാ, നമ്മൾ ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കരുത്. ഇപ്പോഴത്തെ തലമുറയെ തെറ്റായ രീതിയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സമ്പ്രദായങ്ങൾക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. മേശി, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു അച്ഛനാണ്. അതൊന്നുമല്ല, എനിക്ക് കിട്ടാത്ത ബാക്കി ഇവിടെ ഒരുത്തനും കിട്ടണ്ട. എനിക്കിന്ന് നേരത്തെ പോണം. വീട്ടിൽ പോയിട്ട് അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോകണേ. എടാ, നിന്റെ അമ്മ ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരാളെ. എന്താ അവരങ്ങനെ? എന്താ മേശി നിങ്ങൾ അങ്ങനെ പറയണത്? എടാ, നിന്റെ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് നിന്റെ അമ്മ വലിയൊരു ഏത്തക്കൊല കൊണ്ടുവന്ന് മരിച്ചു കിടന്ന് നിന്റെ അച്ഛന്റെ മുമ്പ് കൊണ്ടുവച്ച് മാക്ക വെട്ടി വിഴുങ്ങണാട്ടല്ലേ? അത് അച്ഛന് ഏത്തപ്പഴം ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും നിന്റെ മരിച്ചിരുന്ന നിന്റെ അച്ഛന്റെ വാക്യത്ത് നിന്റെ അമ്മ ഏത്തപ്പഴം കുത്തി കയറ്റാത്ത നന്നായി. ഉണ്ടല്ലോ മോലാളി. ഹലോ മോലാളി, ഗുഡ് മോർണിംഗ്. ഓ, പണിയല്ല നല്ല സ്പീഡായിട്ട് നടന്നോണ്ടിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല മോലാളി, ഒന്നും പേടിക്കണ്ട. അടുത്ത മാസം മോലാളി വരികയാണോ? മോലാളി ധൈര്യമായിട്ട് വന്നേരം പണി തീർത്ത് ഞാൻ കയ്യിലോട്ട് അങ്ങ് തരും. ആ, ഉണ്ട്. ഇന്നിപ്പോ ഞങ്ങൾ 2, 4, 6, 8 പണിക്കാറ്. മുതലാളി 8ന്റെ പണി. ഓക്കെ മോലാളി. അടുത്ത മാസം മോലാളി വരികയാണ്. എത്രയും പെട്ടെന്ന് പണി തീർത്തു കൊടുക്കണം. അതിന് പണി വല്ല ആയ മേശ? എടാ, നമ്മൾ ചെയ്തിട്ടുള്ള പണി എവിടെയെങ്കിലും തീർത്തിട്ടുണ്ടാ? ഇല്ല. ഇവിടെ അത് തന്നെ.